ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സി. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സിയുടെ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ 10th പ്രിലിംസ് ഒക്കെ ഇങ്ങ് അടുത്തല്ലേ, 3 ദിവസം കൂടെ ഉള്ളൂ. എല്ലാവരും സമയമൊന്നും കളയാതെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്തും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടും നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു മാരത്തോണാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കധികം സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പോർഷൻസ് എടുത്തിട്ട് ചെറിയൊരു മാരത്തോൺ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് നോട്ടുകളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തേതാണ് അപരനാമങ്ങൾ. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? അയൺ പൈറൈറ്റീസ് ആണ്. വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റീസ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. രാജകീയ ദ്രാവകം അക്വാറീജിയ. രാജകീയ ദ്രാവകം അക്വാറീജിയ. ചതുപ്പ് വാതകം മീഥെയ്ൻ. ചതുപ്പ് വാതകം മീഥെയ്ൻ. വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്ക്. വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്ക്. യെല്ലോ കേക്ക് യുറേനിയം ഓക്സൈഡ്. യെല്ലോ കേക്ക് യുറേനിയം ഓക്സൈഡ്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ് ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ലോഹം അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ടൈറ്റാനിയം ആണ്. ഭാവിയുടെ ലോഹം അത്ഭുത ലോഹം ടൈറ്റാനിയം. റോക്ക് കോട്ടൺ ആസ്പെറ്റോസ്. റോക്ക് കോട്ടൺ ആസ്പെറ്റോസ്. രാസസൂര്യൻ മഗ്നീഷ്യം. രാസസൂര്യൻ മഗ്നീഷ്യം. ഷുഗർ ഓഫ് ലെഡ് ലെഡ് അസറ്റേറ്റ്. ഷുഗർ ഓഫ് ലെഡ് എന്നറിയപ്പെടുന്നത് ലെഡ് അസറ്റേറ്റ് ആണ്. ടേബിൾ സാൾട്ട് സോഡിയം ക്ലോറൈഡ്. ടേബിൾ സാൾട്ട് സോഡിയം ക്ലോറൈഡ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ് ആണ്. ടേബിൾ ഷുഗർ സൂക്രോസ്. ഗന്ധകം സൾഫർ. ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫർ ആണ്. നീലസ്വർണം ജലം. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. ഹാർഡ് കോള് ആന്ത്രസൈറ്റ്. ഹാർഡ് കോള് ആന്ത്രസൈറ്റ്. ബ്രൗൺ കോള് ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ് ഗ്രാഫൈറ്റ്. ബ്ലാക്ക് ലെഡ് ഗ്രാഫൈറ്റ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് നൈട്രർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് നൈട്രർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് സൾഫ്യൂരിക് ആസിഡ്. റെഡ് വിട്രിയോൾ കോബാൾട്ട് സൾഫേറ്റ്. റെഡ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോബാൾട്ട് സൾഫേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഒന്നുകൂടി ഒന്ന് നോക്കാം. വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റീസ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. രാജകീയ ദ്രാവകം അക്വാറീജിയ. ചതുപ്പ് വാതകം മീഥെയ്ൻ. വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്. യെല്ലോ കേക്ക് യുറേനിയം ഓക്സൈഡ്. വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ്. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ. ഭാവിയുടെ ലോഹം അത്ഭുത ലോഹം ടൈറ്റാനിയം. റോക്ക് കോട്ടൺ ആസ്പെറ്റോസ്. രാസസൂര്യൻ മഗ്നീഷ്യം. ഷുഗർ ഓഫ് ലെഡ് ലെഡ് അസറ്റേറ്റ്. ടേബിൾ സാൾട്ട് സോഡിയം ക്ലോറൈഡ്. ടേബിൾ ഷുഗർ സൂക്രോസ്. ഗന്ധകം സൾഫർ. നീലസ്വർണം ജലം. ഹാർഡ് കോള് ആന്ത്രസൈറ്റ്. ബ്രൗൺ കോള് ലിഗ്നൈറ്റ്. ബ്ലാക്ക് നെറ്റ് ഗ്രാഫൈറ്റ്. ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈട്രർ നൈട്രിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കിങ് ഓഫ് കെമിക്കൽസ് സൾഫ്യൂരിക് ആസിഡ്. റെഡ് വിട്രിയോൾ കോബാൾട്ട് സൾഫേറ്റ്. അടുത്താണ് ഗവർണർ ഗവർണർ ജനറൽമാർ. ഗവർണർ ഗവർണർ ജനറൽമാർ. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. അവസാന ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ്. അവസാന ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലും സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആരാണ് എന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാലാചാരിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്, അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സും ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറൽ വില്യം വെൻഡിക്കുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം വെൻഡിക്കും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിങ് പ്രഭു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാരിയാണ്. അടുത്താണ് നമുക്ക് സസ്യത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. പ്രകാശത്തിന് നേരെ വളരുവാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. പ്രകാശത്തിനു നേരെ വളരുവാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരുവാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ജിയോട്രോപ്പിസം എന്ന് പറയും. ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരുവാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ജിയോട്രോപ്പിസം എന്ന് പറയും. രാസവസ്തുക്കളുടെ സ്വാധീനത്താൽ വളരുന്ന സസ്യങ്ങളുടെ പ്രവണതയെ കീമോട്രോപ്പിസം എന്ന് പറയും. രാസവസ്തുക്കളുടെ സ്വാധീനത്താൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ കീമോട്രോപ്പിസം എന്ന് പറയും. മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്നത് സിറോഫൈറ്റുകൾ. മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്നത് സിറോഫൈറ്റുകൾ എന്നാണ്. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ നമ്മൾ തിക്മോട്രോപ്പിസം എന്ന് പറയും. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ തിക്മോട്രോപ്പിസം എന്ന് പറയും. അപ്പം നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. പ്രകാശത്തിനു നേരെ വളരുവാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നു. ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരുവാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ജിയോട്രോപ്പിസം എന്ന് പറയുന്നു. രാസവസ്തുക്കളുടെ സ്വാധീനത്താൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ കീമോട്രോപ്പിസം എന്ന് പറയുന്നു. മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്നത് സിറോഫൈറ്റുകൾ എന്ന് പറയും. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ തിക്മോട്രോപ്പിസം എന്ന് പറയുന്നു. അടുത്താണ് തടാകങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ് അല്ലേ, ഒഡീഷയിലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നതുപോലെ തന്നെ ഏറ്റവും വലിയ ഉപ്പുജല തടാകവും ലവണ തടാകവും ഏതാണ്? ചിൽക്ക തടാകമാണ് ഒഡീഷയിലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാറാണ് ജമ്മു കാശ്മീരിലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറാണ് ജമ്മു കാശ്മീരിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരുവാണ് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. കൊല്ലേരു ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? സാംബറാണ് രാജസ്ഥാനിൽ. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാംബറാണ് രാജസ്ഥാൻ. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം, ലവണ തടാകം ചിൽക്ക തടാകമാണ് ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറാണ് ജമ്മു കാശ്മീർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുവാണ് ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാംബറാണ് രാജസ്ഥാനിൽ. അടുത്താണ് കാർഷിക വിപ്ലവങ്ങൾ. കാർഷിക വിപ്ലവങ്ങൾ. ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്ന ഏതാണ്? കാർഷിക ഉൽപാദനമാണ്. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനമാണ്. ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാൽ ഉൽപാദനമാണ്. ധവള വിപ്ലവം പാൽ ഉൽപാദനമാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. ബ്രൗൺ വിപ്ലവം എന്നറിയപ്പെടുന്നത് രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപാദനമാണ്. ബ്രൗൺ വിപ്ലവം രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപാദനമാണ്. ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം വളങ്ങൾ. ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം വളങ്ങൾ. സിൽവർ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി ഉൽപാദനമാണ്. സിൽവർ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി ഉൽപാദനമാണ്. ചുവപ്പ് വിപ്ലവം മാംസം തക്കാളി ഉൽപാദനം. ചുവപ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് മാംസം തക്കാളി ഉൽപാദനം. സുവർണ വിപ്ലവം അല്ലെങ്കിൽ സ്വർണ്ണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറി ഉൽപാദനമാണ്. സുവർണ വിപ്ലവം ഓർ സ്വർണ്ണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറി ഉൽപാദനമാണ്. മഴവിൽ വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനമാണ്. കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം അറിയപ്പെടുന്നത് മഴവിൽ വിപ്ലവം എന്നാണ്.
കറുത്ത വിപ്ലവം എന്നറിയപ്പെടുന്നത് പെട്രോളിയം ഉൽപ്പാദനമാണ്. കറുത്ത വിപ്ലവം എന്നറിയപ്പെടുന്നത് പെട്രോളിയം ഉൽപ്പാദനമാണ്. രജത വിപ്ലവം എന്നറിയപ്പെടുന്നത് മുട്ട ഉൽപ്പാദനമാണ്, അല്ലെങ്കിൽ സിൽവർ വിപ്ലവം മുട്ട ഉൽപ്പാദനമാണ്. പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്ന ഔഷധം ചെമ്മീനാണ്. പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഔഷധം ചെമ്മീനാണ്. റൗണ്ട് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഉരുളക്കിഴങ്ങാണ്. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാർഷിക വിപ്ലവങ്ങൾ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദനം, ധവള വിപ്ലവം പാൽ ഉൽപ്പാദനം, നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനം, മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം, ബ്രൗൺ വിപ്ലവം രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപ്പാദനം, ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം വളങ്ങൾ, സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപ്പാദനം, ചുവപ്പ് വിപ്ലവം മാംസം തക്കാളി ഉൽപ്പാദനം, സുവർണ വിപ്ലവം സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപ്പാദനം, മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനം, കറുത്ത വിപ്ലവം എന്നറിയപ്പെടുന്ന പെട്രോളിയം ഉൽപ്പാദനമാണ്. രജത വിപ്ലവം മുട്ട ഉൽപ്പാദനം, പിങ്ക് വിപ്ലവം ഔഷധം ചെമ്മീന്, റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ്. അടുത്താണ് ദേശീയ കായിക വിനോദങ്ങൾ. ദേശീയ കായിക വിനോദങ്ങൾ. ഇന്ത്യയിലെ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഇന്ത്യയിൽ ഹോക്കിയാണ്. ചൈനയിൽ ടേബിൾ ടെന്നീസ്. ചൈനയിൽ ടേബിൾ ടെന്നീസ്. പാകിസ്ഥാൻ ഹോക്കി. പാകിസ്ഥാൻ ഹോക്കി. അഫ്ഗാനിസ്ഥാൻ ബുസ്കാഷി. അഫ്ഗാനിസ്ഥാനിലെ ദേശീയ കായിക വിനോദമാണ് ബുസ്കാഷി. അമേരിക്കയിലെ കായിക വിനോദമാണ് ബേസ്ബോൾ. അമേരിക്ക ബേസ്ബോൾ. ഓസ്ട്രേലിയ ക്രിക്കറ്റ്, ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ. ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് ഫുട്ബോളാണ് ദേശീയ കായിക വിനോദങ്ങൾ. ബംഗ്ലാദേശിൽ കബഡി, ബ്രസീലിൽ ഫുട്ബോൾ, ശ്രീലങ്ക വോളിബോൾ, റഷ്യ ചെസ്സ്, ഭൂട്ടാന് അമ്പെയ്ത്ത്, സ്പെയിന് കാളപ്പോര്, ദക്ഷിണാഫ്രിക്ക റഗ്ബി, ന്യൂസിലാൻഡിൽ റഗ്ബി, ഇറാനിൽ ഗുസ്തി റെസ്ലിംഗും ഉണ്ട്, കാനഡയിൽ ഐസ് ഹോക്കി, നേപ്പാളിൽ കബഡി, ജപ്പാനിൽ ജൂഡോ. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നും കൂടെ നോക്കാം. ഇന്ത്യയിലെ ഹോക്കി, ചൈനയിലെ ടേബിൾ ടെന്നീസ്, പാകിസ്ഥാനിലെ ഹോക്കി, അഫ്ഗാനിസ്ഥാനിലെ ബുസ്കാഷി, അമേരിക്കയിലെ ബേസ്ബോൾ, ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ്, ഇന്തോനേഷ്യയിലെ ബാഡ്മിൻ്റൺ, ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ഫുട്ബോൾ, ബംഗ്ലാദേശിലെ കബഡി, ബ്രസീലിലെ ഫുട്ബോൾ, ശ്രീലങ്ക വോളിബോൾ, റഷ്യയിലെ ചെസ്സ്, ഭൂട്ടാനിലെ അമ്പെയ്ത്ത്, സ്പെയിനിലെ കാളപ്പോര്, ദക്ഷിണാഫ്രിക്ക റഗ്ബി, സ്കോട്ട്ലാൻഡിലും റഗ്ബിയാണ്, ന്യൂസിലാൻഡിലെ റഗ്ബി, ഇറാനിലെ ഗുസ്തി റെസ്ലിംഗും ഉണ്ട്, കാനഡയിലെ ഐസ് ഹോക്കി, നേപ്പാളിലെ കബഡി, ജപ്പാനിലെ ജൂഡോ. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാനമായിട്ട് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ട് നോട്ടുകളൊക്കെ എഴുതി വെച്ചിരുന്ന് പഠിക്കണം. അപ്പം മറ്റൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് വീണ്ടും കാണുന്നതാണ്. താങ്ക്